ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമ്മയെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനായിട്ട് പോവുകയാണ്. അമ്മ ഓടിച്ചിട്ടില്ലേ പണ്ട്? നമ്മളെ ഇത് ഒക്കെ ഓടിച്ചിട്ടുണ്ട്, കാറ് 52 ഒക്കെ ഓടിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് പിന്നീട് അങ്ങോട്ട് തെളിഞ്ഞില്ല. പിന്നെ പോയില്ല. ഇത് നോക്കട്ടെ, ഞാൻ ഇത് പഠിച്ചിട്ട് നമുക്ക് 2-3 ദിവസം കണ്ടിന്യൂ ആയിട്ട് അങ്ങ് പോയി. ഏതാണ് എന്റെ ആഗ്രഹം? ഓടിച്ച് നോക്കാനുള്ള ആഗ്രഹം ഏതാണ്? അത്രക്ക് വലിയ കാര്യങ്ങളിലേക്ക് കടക്കണമോ ഇപ്പോഴേ? പിന്നെ ഏത് വണ്ടി ആയാലും ഓടിക്കുന്ന രീതി ബ്രേക്ക് കൊടുത്താ നിൽക്കും. നമ്മക്കത് ഓടിച്ച് കളിച്ച ഓഫ് റോഡൊക്കെ പോകുമ്പോ ഞാൻ ഓടിക്കാ. ഇപ്പോഴേ നിങ്ങൾ ആദ്യം വെച്ചിട്ട് നേരെ ഉരുട്ടി പഠിച്ചാ കൊള്ളാം. അല്ല അമ്മ, എനിക്ക് വണ്ടിയൊക്കെ ഓടിച്ച് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അമ്മ സ്കൂട്ടർ ആയാലും അമ്മ പെട്ടെന്ന് പഠിച്ചില്ലേ? അപ്പം അമ്മയ്ക്ക് വണ്ടി ഓടിക്കാനുള്ള ഒരു സ്കില്ലുണ്ട്. പിന്നെ നമ്മളും അധികം അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം എന്തിനാ ചുമ്മാ റിസ്ക് എടുക്കുന്നതെന്ന് വെച്ചിട്ട് ആദ്യം ഒരു പ്രാവശ്യം നമ്മളാ ഗ്രൗണ്ടിൽ പോയിട്ട് ബുള്ളറ്റ് ഓടിച്ചോളൂ. പക്ഷെ അത് ഞാൻ ബുള്ളറ്റ് ഓടിച്ചു, ബൈക്കൊക്കെ ഓടിക്കും. പിന്നെ ഒരു ദിവസം അമ്മ ഇവിടെ ഒന്ന് വീണായിരുന്നു, മറിഞ്ഞു വീണായിരുന്നു. അതെന്റെ എക്സ്പൾസ് എടുത്ത സമയത്ത്. ആ വീഡിയോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാൻ കേട്ടാ. ചുമ്മാ എന്റെ ബൈക്ക് മറിച്ച് താക്കോലെടുത്തില്ലേ? ഉറപ്പിച്ചാ? താറ് കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമില്ല. അല്ല നിനക്കല്ല, ഞാൻ അതിന്റെ ഇതൊക്കെ നോക്കട്ടല്ലോ. ബ്രേക്ക് കൊണ്ടാ നോക്കട്ടതാ. ഇതേ നമ്മളെ പറ, അവരെ നോളജ് നോക്കട്ടെ. നിങ്ങക്ക് തോന്നുന്നതൊക്കെ പറ. ഇതല്ലേ ബ്രേക്ക്? അല്ല, ഇതല്ലേ ബ്രേക്ക് നടുക്കിരിക്കുന്ന? നടുക്കിരിക്കണ ബ്രേക്ക്. ഇത് ബ്രേക്ക്. ഇതില് രണ്ടിലും കൂടെ ചവിട്ടി പിടിക്കുമ്പോ സ്റ്റാർട്ട് ആവൂലേ? ക്ലച്ചില് താക്കോലിടുമ്പോ സ്റ്റാർട്ട് ആവും. ക്ലച്ചും ബ്രേക്കും ചവിട്ടിയിട്ട് 52 ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടിട്ടാ സ്റ്റാർട്ട് ആക്കുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ആക്കുന്നത്. ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടുമ്പോ സ്റ്റാർട്ട് ആവും. ഒന്നും അറിയത്തില്ലേ? അതല്ല, നിങ്ങൾ പറഞ്ഞ അത് രണ്ടും കൂടെ ചവിട്ടി പിടിക്കുമ്പോ സ്റ്റാർട്ട് ആവും എന്ന് പറഞ്ഞാ. അത് ഇട്ടിട്ട് താക്കോലിടുമ്പോ ഓണാക്കുമ്പോ. അതാ ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഇപ്പൊ എന്റെ ഇത് പറയാ, പെട്ടെന്നങ്ങ് വണ്ടി എനിക്ക് പറ്റുന്നില്ല പോവാ. അപ്പൊ ഇത് ഹാൻഡ് ബ്രേക്ക് ഇട്ട് അവിടെ നിൽക്കൂലേ? ഇതിന്റെ ഹാൻഡ് ബ്രേക്ക് അത് അത്ര വർക്കിംഗ് അല്ല. അത് അങ്ങനെ ഹാൻഡ് ബ്രേക്ക് ഇട്ടാ ഇത് ചിലപ്പോ നിക്കത്തില്ല. മറ്റേ കാറൊക്കെ കഴിക്കും. ഇത് സ്പീഡ് പോണം അതില്ലേ? ഇത് എനിക്കിപ്പോ ഒരു സ്പീഡാക്കി തരാനൊക്കെ പറ്റൂലേ? ഇത് ഒരു സ്പീഡാക്കി തരാനാ? എന്നുവെച്ചാ വലിയ സ്പീഡ് ഇങ്ങനെ പോവാതെ അത് ആക്സിലേറ്റർ ഔട്ടായിരുന്നാ മതി. അപ്പൊ അത് താനെ ഉരുണ്ടോളും. എങ്കിൽ നമുക്ക് കാർ എടുക്കാം. അല്ല ഇതിൽ പോവാ. ഗുരുദക്ഷിണ. ദൈവമേ, അതിപ്പോ പ്രായത്തിൽ കുറഞ്ഞതായാലും ഇല്ലേലും അറിവ് പറഞ്ഞു തരുന്ന ഗുരുവാണ്. ഇന്നത്തെ ദിവസം നീ എന്റെ ഗുരുവാണ്. അച്ഛൻ്റെ കൂടെ എന്താ പോവാത്ത വണ്ടി ഓടിച്ചു ഓടിക്കാൻ? അച്ഛന് വഴക്കുറയും. അതുകൊണ്ടല്ലേ ഞാൻ ബുള്ളറ്റ് ഓടിക്കുമ്പോഴേ പറയാം മൊത്തം തീങ്ങാരെ. അപ്പുറത്തോട്ട് ഇപ്പോഴേ ഓടിക്കുന്ന? ഇല്ല, ഗ്രൗണ്ടിൽ ചെന്നിട്ട് താക്കോലൊക്കെ എടുത്ത് കേറ്. ഞാൻ കേറണ്ടേ? കേറിയോ? ഒരിതുണ്ട്, ഇത് കൊണ്ട് പോണോ പോണ്ടേന്നൊക്കെ ഒരു കുഴപ്പമില്ലല്ലേ? വേണ്ട. ഞാനേ വണ്ടി കേറിയപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു നീ കാലേലൊക്കെ വെക്കുന്നത് എന്തുവാന്നൊക്കെ. എനിക്ക് എന്തോ വലുത് വരാൻ പോവാന്ന് രാവിലെ എണീറ്റപ്പോ തൊട്ടേ ഒരു തോന്നല്. ഒരു അപകടം വരുന്നതിന് മുമ്പ് നമുക്ക് ഒരു കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു വല്ലായ്മ തോന്നാറുണ്ട്. ആ ഒരു വല്ലായ്മ എനിക്കും ഉണ്ടായിരുന്ന ഇപ്പൊ മുതല് എനിക്ക് രാവിലെ തൊട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേന് വണ്ടി ഓടിക്കാൻ പോകണം എന്നുള്ളൊരിത് നിങ്ങൾ പറയണ്. കുഴപ്പമൊന്നുമില്ല, നോക്കിയൊക്കെ ഓടിച്ചാൽ മതി. ടെൻഷനൊന്നും അടിക്കണ്ട. എന്തോ ഒരു വിറയല്. നമുക്ക് ധൈര്യം വേണമല്ലോ. അമ്മ വണ്ടി ഓടിച്ച് നമുക്ക് എല്ലാവർക്കും ഉപയോഗം. എവിടെയെങ്കിലൊക്കെ പോകുമ്പോ അമ്മയ്ക്ക് ഓടിക്കാം. അങ്ങനെ ഒരു കാലം വരുമോ? അങ്ങനെ ഒരു കാലം വരും. ചിലപ്പോ ഇന്നത്തോടെ തീരും. ഇല്ല
ഇത് സിമ്പിളാ. അമ്മക്ക് ഈ വണ്ടി നല്ലോണം ഓടിച്ചു പഠിച്ചാലേ അമ്മക്ക് പിന്നെ വേറെ ഏത് വണ്ടി വേണമെങ്കിലും സൂപ്പറായിട്ട് ഓടിക്കാം. അത്യാവശ്യം ഇച്ചിരി വലിയ വണ്ടി ആയാലും ഒക്കെ സുഖമായിട്ട് ഓടിക്കാം. ഇത് ഇന്ന് ഓടിച്ചിട്ട് വന്നിട്ട് നിന്റെ കാർ ഇനി തരുമോ? ഓടിക്കും. ആ എടുത്തോ. ഇവര് ഞാൻ വണ്ടി ഓടിക്കുമ്പോ ഭയങ്കരമായിട്ട് സൂക്ഷിച്ചൊക്കെ നോക്കുന്നു. ഞാൻ എന്തെല്ലൊക്കെയാണ് ഞെക്കുന്ന, എവിടെയൊക്കെ ചവിട്ടുന്നു. ഞാൻ ഇതുവരെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. വണ്ടി ഫ്രണ്ടിൽ കയറി ഇങ്ങനെ ഇരിക്കുന്നല്ലാതെ ഞാൻ അങ്ങനെ നോക്കും. ഓടിക്കാൻ അറിയാലോ അമ്മ, പിന്നെ എന്തൊരു ടെൻഷൻ അറിയാം. ഇതങ്ങനെ നമ്മള് എനിക്ക് ഒരു 1500 രൂപയ്ക്ക് ഡീസൽ അടിക്കാം, അത് മതി. എന്നാലും മെയിൻ പോരായ്മ ഇത്, നമ്മള് വണ്ടി താക്കോൽ ഓഫ് ചെയ്തിട്ട് ഊരി കൊടുക്കണം, എന്നാലേ ടാങ്ക് കൊടുക്കാൻ പറ്റും. നല്ല വെയിലടേ. നല്ല വെയിലൊന്നും പ്രശ്നമല്ല. വെയിലൊന്നും പ്രശ്നമല്ല. വെയിലൊന്നും പ്രശ്നമല്ല. ഇവിടെ അങ്ങോട്ടല്ല സ്കൂട്ടി ഓടിക്കാൻ പോണ ഷാളൊക്കെ മടക്കി കുത്തി. അത് ഓടിച്ചല്ലേ ശീലം. ദൈവമേ, സമയം പറഞ്ഞ പെട്ടെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ പോണം. ഗുരുത്തുള്ള കൊച്ചോട്ടെ, തൊട്ടൊക്കെ തൊഴുത്. ചെരുപ്പ് വേണ്ട ഊര്. ചെരുപ്പൊക്കെ ഊരി, ചെരുപ്പ് ആദ്യം നമ്മള് കേറുമ്പോ ചെരുപ്പൊക്കെ അത് സൈഡിൽ കിടന്നോളൂ. വെള്ളം കുടിക്കട്ടെ. ഓ ഇതിപ്പോഴേ പേടിയൊന്നും ആവണ്ട. വണ്ടി സ്പീഡിന് പോണേ നടുക്ക വിട്ടുമ്പോ വണ്ടി ഇരിക്കുമല്ലോ. പിന്നെ ബ്രേക്ക് ചവിട്ടുമ്പോ ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടണം കേട്ടാ. വണ്ടി നിർത്താനാണെങ്കിൽ ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടണം. അയ്യോ എത്തുന്നില്ലേ അമ്മ, ചവിട്ടിയാണ്. നിക്ക് അത് ഇത് ഇവിടെ ഇത് ഉരുട്ടാം. താക്കോലൊക്കെ എടുത്ത് കൈപ്പിടി. ആകെ അരയടിയേ ഉള്ളു, ഇവർക്ക് എത്തുന്നില്ല. കാര്യം ചവിട്ടാൻ നോക്കിയാണ്. ചവിട്ടി ഇതാക്കാൻ പറ്റുമോ? അതിന്റെ അടിയിൽ ഒരു ലിവർ ഉണ്ട്, അത് മണ്ടയിലോട്ടാക്ക്. എന്നിട്ട് നീക്ക്. കുറച്ചുകൂടെ നീക്ക്. മതിയാ? എത്തുവോ? ചവിട്ടി താക്കാൻ പറ്റുമോ? ക്ലച്ച് ചവിട്ടി നോക്കി. അത്ര ചവിട്ടിയേ പറ്റൂല, ഇനി ചവിട്ടണം. അയ്യോ ആദ്യമൊക്കെ ഇങ്ങനെ പഠിക്കുന്നത്. ഈ സ്റ്റിയറിംഗ് ഇങ്ങനെ നെഞ്ചത്ത് ഇരുന്നൂടാ. എവിടെയെങ്കിലും ഇച്ചിരി ബ്രേക്കൊക്കെ പെട്ടെന്ന് കിട്ടിയാൽ നോവും. ഇച്ചിരി മതിയാ? ഓക്കെ അല്ലേ? പിന്നെ നമ്മളാദ്യം സീറ്റ് തീർന്നു. അതൊക്കെ അറിയാം, സേഫ്റ്റി ഫസ്റ്റ് ആണ്. അയ്യോ മൊത്തത്തിൽ ഇറുകി അവിടെ കുത്ത്. ഇപ്പം കറക്റ്റ് അല്ലേ? ഇരിക്കുന്ന കറക്റ്റ് അല്ലേ? കുഴപ്പമില്ല. താക്കോലെന്നാ പിന്നെ ഞാൻ പറയട്ടെ, ഞാൻ അകത്തോട്ട് വരാം. വെയിറ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ വണ്ടി ആദ്യം ന്യൂട്രലാക്കണം. അതൊക്കെ അറിയാമോ? ന്യൂട്രലാക്കണം. ഇതിപ്പോ ഹാൻഡ് ബ്രേക്ക് കൊടുക്കാം, ചെറുതായിട്ടുള്ള ഹാൻഡ് ബ്രേക്ക്. എന്നാലും ബ്രേക്ക് ചവിട്ടിക്കോ. ബ്രേക്ക് ചവിട്ടിയാ ക്ലച്ച് ചവിട്ട്. ക്ലച്ച് എന്ന് പറയുന്ന ഇട സൈഡിൽ ഇരിക്കുന്ന ആ ബ്രേക്ക് ചവിട്ടിയിട്ട് ക്ലച്ച് ചവിട്ട്. ഇത് ഫുള്ള് ചവിട്ട്. താക്കോലിട്ടിട്ടില്ല. താക്കോലിട്. താക്കോലിട്. ഇട്ടാ ആ പൊത്ത അതിനകത്തൊരു ഇതുണ്ടല്ലോ, ഹോള്. ഇട് അതിനകത്ത്. ഇനി ഓണാക്ക്. ഒറ്റടിക്കല്ല, ഓണാക്ക്. ഒരു സ്റ്റെപ്പ് ഓണാക്ക്. അത് ഓണാക്കി ഇങ്ങനെ തിരിക്ക്. സ്റ്റെപ്പ് തിരിക്ക്. അങ്ങോട്ട് തിരിക്കട്ടെ. തിരിക്ക്. രണ്ടിലും ഫുള്ള് ചവിട്ടി വെച്ചേക്കുക. ഓ കറക്റ്റ് തന്നെ. തിരിക്ക്. തിരിക്ക്. ഒന്ന് തിരിച്ച് തിരിക്ക്. ഇങ്ങനെ വേണ്ട. ഓണായി. ഇനി അടി. ഒന്നുകൂടെ തിരിക്കുക. അതിനകത്ത് തിരിക്ക്. ഒന്നുകൂടെ തിരിക്കണോ? കേൾക്കണം. ഫുള്ള് ചവിട്ടിയാ? രണ്ട് ചവിട്ടി വെച്ചേക്കുക. എ സി കോഫി ആ ഗ്ലാസ് തുറക്ക്. എങ്ങാനും ഇതാവണമെങ്കിലേ എനിക്ക് ഇതുവഴി ചാടി രക്ഷപ്പെടാനാ. ഗ്ലാസ് തുറന്നില്ല. ഇല്ലെങ്കിൽ നീ ഇറങ്ങിക്കോ. ഇറങ്ങി കൂടെ വന്നാലും മതി. നിങ്ങൾ ആദ്യം എടുത്തു നോക്ക്. ഞാൻ ഇറങ്ങട്ടെ? നിങ്ങൾ ഓടിക്കോ? ഇല്ല, ഇരി. വെള്ളം കൂടെ കുടിക്കുക. ഇല്ലേ, പിന്നെ കാര്യം എന്ന് വെച്ചാൽ ഇത്രയും വലിയ വണ്ടി ആയോണ്ടാണ്. ഗിയർ പോവില്ല. ആദ്യം സ്റ്റിയറിംഗ് വാലിന് സപ്പോർട്ട്.
അത് ഗിയർ ഇട്ടാലല്ലേ ഓടും. അപ്പൊ നീ ഗിയർ ഇട്ടാ മതി ഇവിടെ നിന്ന്. ഒരു കാര്യം ചെയ്യും, ഞാൻ പറഞ്ഞുതരാം. ഇത് ഇപ്പൊ ക്ലച്ച് ഫുള്ള് ചവിട്ടിയൊക്കെയല്ലേ, ക്ലച്ച് ചവിട്ടിട്ട് ഗിയർ ഇടാവോ? പിടി, ഇതിനകത്ത് പിടി. ഒന്നാമത്തെ ഗിയർ ഇട്. ഒന്ന് ഇപ്പൊ ഗിയറിലാണ് വീണ, ഫ്രണ്ടിലോട്ട് പോകും വണ്ടി. ഇപ്പൊ എന്തിനാണെന്ന് വെച്ചാ ആ ക്ലച്ചില്ലേ, ഇട സൈഡ് ചവിട്ടിയേക്കുന്ന ഏറ്റവും ഈ അറ്റത്തെ ക്ലച്ചില്ലേ, അതിന്ന് കുറേശ്ശെ വിട്. ടക്കനെ വിടല്. പതുക്കെ ഈ ഹാൻഡ് ബ്രേക്ക് എടുത്തില്ല, എടുത്തോ. ഇതിങ്ങനെ ഇതിനകത്ത് ഞെക്കിയിട്ട് ഒന്ന് മണ്ടയിലോട്ടാക്കിട്ട് താപ്പോട്ടാക്കി ഹാൻഡ് ബ്രേക്ക് പോയി. ഇനി ആ ക്ലച്ചിന്ന് പതുക്കെ കാലെടുത്തേ. അതിനകത്ത് നോക്കണ്ട, നേരെ നോക്കിക്കോ. ക്ലച്ചിന്ന് പതുക്കെ കാലോട്. ബ്രേക്കിന്ന് ചെറുതായിട്ട് വിടണം. ബ്രേക്കിന്ന് ഫുള്ള് വിടല്ലേ, ക്ലച്ച് വിട. വണ്ടി മൂവ് ആകുമ്പോഴത്തേന് ബ്രേക്കിന്ന് കൂടെ വിടണം. ബ്രേക്കിന്ന് വിട് ചെറുതായിട്ട്. ബ്രേക്കിന്ന് വിട്ടോ, ബ്രേക്കിന്ന് വിട്. ബ്രേക്കിന്ന് വിട്ടോ. ഫുള്ള് വിടണ്ട, ഇരിക്കട്ടത്. ആ വഴി കൂടെ വേണം പോവാൻ കേട്ടാ. ആ വഴി മരത്തിലൊന്നും കൊണ്ട് ചിരിക്കല്ലേ. ഇട സൈഡ് പിടിച്ചോ, ഈ സൈഡ് പിടിച്ചോ. അങ്ങനെ തന്നെ പോട്ട്. ഈ സൈഡ് പിടിച്ചോ, ഈ സൈഡ് പിടിച്ചോ, ഈ സൈഡ്. കാട്ടിലോട്ട് കയറി പോള്. ചിരിക്കുന്ന നിങ്ങള് നേരെ നോക്കണം കേട്ടാ. പോട്ടെ, അങ്ങനല്ലേ? അങ്ങനെ തന്നെ. നമുക്ക് എങ്ങോട്ടോ പിടിച്ചോ, ഇങ്ങോട്ട് പിടിക്കട്ടെ. ഓടിക്കുന്നു. ഇനി ക്ലച്ചിന് കാലെടുത്തേ. ഫുള്ള് എടുക്കണോ? എടുത്തു വിട്ടെ. ക്ലച്ചിന്ന് വിട്ടെ. അപ്പൊ ബ്രേക്ക് ചുമ്മാ വെച്ചിരുന്നാ മതിയാ? ബ്രേക്കിന്ന് വിട്, ബ്രേക്കിന്ന് ക്ലച്ചിന്ന് വിട് കാല്. രണ്ടും എടുക്കട്ടാ? ഇത് സത്യത്തിൽ ഈ ക്ലച്ചിലും ബ്രേക്കിലും ഇങ്ങനെ ചവിട്ടി വണ്ടി ഓടിച്ചു. ക്ലച്ചിന്ന് കാലെടുത്താണ്. ഓക്കെ, എടുത്തെടുത്ത് രണ്ടീന്നും എടുത്താ തൊട്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ക്ലച്ചും ബ്രേക്കും ചവിട്ടി. രണ്ടും കൂടെ ഒരുമിച്ച് നിർത്തണമെങ്കിൽ മാത്രം രണ്ടും കൂടെ ഒരുമിച്ച് ചവിട്ടിയാൽ മതി. അല്ലാതെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് പൊക്കോ. ഈ ഒരു സ്പീഡിൽ മെയിൻറ്റെയിൻ ചെയ്തങ്ങ് പോയാൽ മതി കേട്ടോ. ഒരു വളവാണ്. തിരിച്ചോ. നോക്ക്, അത് നോക്ക്. കാട്ടി കയറി പോണ്. തിരിച്ചൂടെ പിടിക്കണം. ഇനി ഗിയർ ഇടണ്ടേ? ഗിയർ അത് നിങ്ങൾ ഇപ്പോഴൊന്നും ചെയ്യണ്ട. ഇത് ആദ്യം ഓട്ടിക്ക് ഇങ്ങനെ. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇതാക്കാൻ നോക്കാതെ കുറേശ്ശെ പിടി. 2 ദിവസം വരുമ്പോ 2-3 ദിവസം വരുമ്പോ ശരിയാവും. കുറച്ച് ദിവസം വരുമ്പോ സെറ്റ് ആവും കേട്ടോ. കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഒത്തിരി പാടൊന്നുമില്ല. സുഹൃത്തുക്കളെ, അമ്മ ഒറ്റയ്ക്കാണ് വണ്ടി ഓടിക്കുന്നത്. ക്ലച്ച് വിട്ടെ. അതിലേ പോവാം. ഓക്കെ. ഓ ബാബാ, ഊട്ടി പോവാ. പഠിച്ച് മറിയല്ലേ അമ്മ? ഇല്ല, ചെളിയൊക്കെ കൊണ്ട് പോട്ടു. ചെളിയൊന്നും പ്രശ്നമില്ല. തിരിച്ചുപിടി. ഓ പ്രോ പഠിച്ച ഇല്ല, ഇനി കിടപ്പുണ്ട്. പിന്നെ ആക്സിലേറ്റർ ചെറുതായിട്ടൊന്ന് കാലെടുത്തേ. കൊടുത്തോക്ക്. ആക്സിലേറ്റർ അപ്പുറത്ത് ബ്രേക്ക് വിട്ടിട്ട് അപ്പുറത്തോട്ട് വേണ്ട, നമ്മൾ തിരിച്ചു വരുമ്പോ ചവിട്ടാ. ഇല്ല, ഇത് താഴെ ഇറക്കോ. നമുക്ക് അങ്ങനെ വരാം. ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ വളയ്ക്കാം. അവിടുന്ന് വളയ്ക്കാം. തിരിച്ചോ. രസമുണ്ടോ ഓടിക്കാൻ? കൊള്ളാടാ. ക്ലച്ച് അരിയുന്ന ഇല്ലല്ലേ? ഇങ്ങനെ പോട്ടെ. ക്ലച്ച് ഇല്ല, ചവിട്ടിട്ടില്ല. തിരിച്ചുപിടി. ഇങ്ങോട്ട് ബ്രേക്ക് പിടിക്കട്ടാ? വേണ്ട, പോട്ടെ. വൈപ്പർ തിരിച്ചുപിടിച്ചോ. വൈപ്പർ നൂത്തോ. സ്റ്റിയറിംഗ് നൂത്തോ. അമ്മയ്ക്ക് സ്റ്റിയറിംഗിന് ബാലൻസ് ഉണ്ട് കേട്ടാ, അതുകൊണ്ട് വലിയ സീനില്ല. പിന്നെ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ചിലപ്പോൾ കാട്ടി കയറി പോകും. ഈ സൈഡ് പിടി. പോട്ടെ. വണ്ടി. വെള്ളം കൂടി അത്ര കിടക്കുന്നുള്ളു. ഇപ്പൊ ഒരു ഐഡിയ കിട്ടി. ഒന്നുകൂടെ സ്റ്റാർട്ട് ഒന്നുകൂടെ എടുക്ക്. ക്ലച്ച് തൊട്ട്. ഈ ക്ലച്ചും ബ്രേക്കുമാണ് പാട്. ഓട്ടോമാറ്റിക് വണ്ടിയാണ് സീനില്ല. ഇനി ഞാൻ പറയുന്ന കേൾക്കണം. ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടി വെച്ചേക്കണേ. ക്ലച്ച് ചെറുതായിട്ട് റിലീസ് ചെയ്യും, ബ്രേക്ക് അവിടെ ഹോൾഡ് ചെയ്യും. വണ്ടി ഒന്ന് മൂവ് ആവാൻ തുടങ്ങുമ്പോഴത്തേനാ ബ്രേക്കും കിട്ടോ. ബ്രേക്ക് വിട്. മൂവായി ബ്രേക്കിന്ന് കിട്ടോ. ക്ലച്ച് പതുക്കെ വിടണം.
ആ എല്ലാം പെതുക്കെ ചെയ്യാവൂ. ബ്രേക്ക് ചവിട്ടുമ്പോഴായാലും പെതുക്കെ ബ്രേക്ക് ഔട്ടാവും. ഒറ്റയടിക്ക് അങ്ങനെ കയറി ചവിട്ടല്ലോ ബ്രേക്ക്. കാരണം ബാക്കിൽ വരുന്ന വണ്ടിക്കാരന് കുറച്ച് സമയം കൊടുക്കണം. ടക്കനെ കൊണ്ടുപോയി ചവിട്ടി അവ ബാക്കിൽ കൊണ്ടുപോയി ചിരിക്കും. ഓഹോ കാട് കാട് കാട്, ഇടത് പിടി വലത് പിടി, ഇടത് വലത് കളറിപ്പറ്റാ. അപ്പൊ ഓടിക്കും. കാര്യം എന്ന് വെച്ചാലേ ഇതിപ്പോ പണിഞ്ഞ വണ്ടിയല്ലേ, നമ്മൾ ഇത് പഠിക്കുമ്പോ എനിക്ക് അതൊരു ഇതുണ്ട്. അല്ല അതൊന്നും കുഴപ്പമില്ല. ആ ക്ലച്ച് താങ്ങായിരുന്നാ മതി. ക്ലച്ചിന് കാലം കിടത്തെ വിട്ടേക്കുവാ. കല്യാണം കഴിഞ്ഞ കാലം പോലെ ഞാൻ വണ്ടി പോവാ അച്ഛൻ്റെ കൂടെ എവിടെയെങ്കിലും പോകുമ്പോ. എന്നിട്ട് ഓടിച്ചോടിച്ചില്ലല്ലേ? ഇല്ല, പഠിക്കണോന്ന്. പിന്നെ എനിക്ക് സ്കൂട്ടി ഓടിക്കാൻ നേരെ നോക്ക്, റോട്ടിൽ നോക്കി വണ്ടി ഓടിക്കും. എങ്ങോട്ടേക്ക് കയറി പോകുന്നു. ഈ സൈഡ് പിടി, കാട്ടി കയറി പോന്ന്. കാഴ്ച കുറവുണ്ടമ്മ. അവിടെ കുഴിയാ, വണ്ടി കുഴി കൊണ്ടിട്ട എളുപ്പം പണിയൊക്കെ ആവും. ഇതിലും വിറ്റാണ് അനു അവക്കടെ അച്ഛന്റെ കാർ എടുത്തോണ്ട് മതിലിനെ കൊണ്ട് ചിടിച്ചത്. മതിലിനും പോസ്റ്റിലൂടെ കണ്ട അവള് പഠിച്ചേ ഡ്രൈവിംഗ് ഓടിക്കാൻ. അവള് ഡേഞ്ചർ ആട്ടാ. അവളെ ആക്സിലേറ്റർ ഒറ്റ കൊടുപ്പോ കൊടുത്തളയും. പക്ഷെ അവളെ കൊണ്ട് ഒരു ദിവസം വരാൻ നമുക്ക്. അന്ന് ഞാൻ ഒന്നും കൂടെ എവിടെയെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിലോ അങ്ങനെ പോയി പഠിച്ചിട്ടേ നല്ലോണൊക്കെ തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ വണ്ടി നശിക്കത്തില്ലല്ലോ. നിങ്ങൾ പഠിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വണ്ടി നശിക്കുന്നത്. പഠിക്കുമ്പോഴല്ലേ വണ്ടി. അച്ഛനാണെങ്കിൽ ഇപ്പൊ ഒരു 100 ചീത്ത കേട്ടേനായിരുന്നു. ഞാൻ ഇറങ്ങാം. ഒറ്റയ്ക്ക് ഓടിക്കൂലേ? ഞാൻ ഇറങ്ങട്ടാ. നിർത്തണ്ടേ ഇത്? ഞാൻ ഇറങ്ങട്ടെ, അമ്മ ഒറ്റയ്ക്ക് ഓടിച്ചോ. ഓക്കെ ഗൈസ്, ഇനി അമ്മ ഒറ്റയ്ക്ക് ഓടിക്കാൻ പോവാട്ടോ. ഞാൻ ഇറങ്ങി. ഞാൻ അപ്പുറത്തോട്ട് വരാം. ഇടിച്ചിടല്ലേ? ഇരിക്കണോ ഞാൻ? വേണ്ട. ഉറപ്പ് തന്നെ? ക്ലച്ച് നിറക്കട്ടെ കാല്. ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലെടുത്തിട്ട് ബ്രേക്കിൽ നിന്ന് കിട്ടോ. നോക്കി പോണേ. പതുക്കെ 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 പോയി കറങ്ങി ഇതുവഴി പറഞ്ഞേ തിരിച്ച്. നീമാ ഞാനും വരാനാ. ക്ലച്ച് ഔട്ട്, ബ്രേക്ക് ഔട്ട്. പതുക്കെ 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 ചവിട്ടി നിർത്ത്. നിർത്ത്, നിൽക്കുന്നില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? ഓഫി ഞങ്ങൂര് പോയി. എനിക്കൊരു പേടിയായിരുന്നു, നീ ഇല്ലാത്തോണ്ടൊരു കുഴപ്പമില്ല. ഓടിച്ചമ്മ, അമ്മ ഓടിക്കും സൂപ്പറായിട്ട്, കുഴപ്പമൊന്നുമില്ല. സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ട്, അതുകൊണ്ട് ഓടിക്കാൻ പറ്റും. അത് ഇവിടെ പറ്റൂല, ഫസ്റ്റ് അത്ര സ്പീഡിൽ പോണ്ട. ഇനി ഇത് എത്തുന്ന അരിയോടെ പാടി കാല്. ബൈക്ക് ഓടിക്കാൻ നേരത്തില്ല കാല് ഭയങ്കര പാടല്ലേ ഈ വണ്ടി ഓടിപ്പ്. അതിനകത്ത് കുരുങ്ങിയിരിക്കുന്നു. ഇനി ഓഫ് റോഡൊക്കെ പോണം ഓടിച്ച്. എന്ത് ഓഫ് റോഡൊക്കെ മറിയത്തൊന്നുമില്ല. ഓക്കെ ഗൈസ്, അത്രേ ഉള്ളൂ. ബൈ, ടാറ്റ.